ഹലോ. അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുട്ടി ചിന്ന ട്രിപ്പ്. എവിടേക്കാണെന്നല്ലേ, ഞങ്ങൾ കശ്മീരിലേക്ക് പോവാണ്, ശ്രീനഗർ. അപ്പോൾ ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് കൊച്ചി ടു ഡൽഹി ടു ശ്രീനഗർ, അങ്ങനെയാണ് ഫ്ലൈറ്റ് വരണേ. എയർ ഇന്ത്യയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത ജേണി ആയിരുന്നു. പക്ഷേ ഏറ്റവും മടുക്കുന്നത് നമ്മുടെ കൊച്ചി ടു ഡൽഹിയാണ് കേട്ടോ. കാരണം 3 hours വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഏട്ടൻ ഭയങ്കരമായിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, ഞാനാണെങ്കിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഉറക്കം വരുന്നില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യാൻ, നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുക. ഞങ്ങളപ്പോൾ ട്രിപ്പൻസ് വഴിയാണ് ആക്ച്വലി പോണത്. കാരണം ഒരു ഏജൻറ്റ് ഉണ്ടായിരിക്കുകയാണല്ലോ ഏറ്റവും ബെറ്റർ എന്ന് വിചാരിച്ചു. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ചും കൂടി റിസ്കി അല്ലേ. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ ഓരോ കലാപരിപാടികളായിട്ട് ഫ്ലൈറ്റിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ മടുപ്പാണ് കേട്ടോ ഗൈസ്. കാരണം ഇത്രയും നേരം ഫ്ലൈറ്റിലിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതാ ഞങ്ങൾ ശ്രീനഗറിലെ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ അവിടുത്തെ ആൾ വന്നിട്ട് പിക്ക് ചെയ്തു. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ പച്ചപ്പും ഹരിതാവയും. നമ്മൾ വിചാരിക്കണ പോലെ നല്ല കാശ്മീർ നല്ലതാട്ടോ. അവിടുത്തെ ആളുകളാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ദാൽ ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിഷ്വൽസാണിത്. ഞങ്ങൾ ദാൽ ലേക്കിൽ പോയി. അവിടുന്ന് ഇങ്ങനൊരു തോണിയല്ല, ഇതിനെന്താ പറയുക ആക്ച്വലി എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇത് പക്ഷെ എന്താ അറിയുമോ, നമ്മൾ അവിടെ ചെന്ന് നന്നായി ബാർഗെയിൻ ചെയ്യണം, എന്നാൽ തന്നെ നമുക്കത് കുറഞ്ഞ് കിട്ടുള്ളൂ പൈസ. അവർ ഭയങ്കരമായിട്ട് 8,000 അങ്ങനെയൊക്കെ പറയും. അവർ മാക്സിമം നമ്മളെ പിഴിയും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അവരെ മുതലാക്കണം, നമ്മൾ നന്നായി ബാർഗെയിൻ ചെയ്യണം. പിന്നീട് ഞങ്ങളിങ്ങനെ കശ്മീരി വേഷത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ ദാലിലേക്കിൽ കൂടെ പോകുമ്പോൾ തന്നെ അവർ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തോണിയിലൊക്കെ വന്നിട്ട് അവരിങ്ങനെ ചോദിക്കും ഫോട്ടോസ് എടുത്ത് തരാം എത്ര രൂപ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റാണ്. ഇതിന് ശേഷം ഞങ്ങൾ പിന്നെ എവിടെയും കറങ്ങിയില്ല, നേരെ ഹോട്ടലിലേക്ക് വിട്ടു. ഞങ്ങളൊരു സിറ്റി പ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് താമസിച്ചത്, ശ്രീനഗർ. പക്ഷേ അത്ര നല്ലതല്ല കേട്ടോ, ഹോട്ടൽ അത്ര പോരായിരുന്നു. എല്ലാ ഡേയ്സും ഞങ്ങളൊരു 3:30-4 മണിയോട് കൂടി, വൈകുന്നേരം 3:30-4 കൂടി എത്തുന്ന രീതിയിലാണ് ഞങ്ങളുടെ ട്രിപ്പ് ഫുൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ടൈമും കൂടെ കിട്ടുമല്ലോ, ഭയങ്കര ഹറിബറി ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.